നമസ്കാരം. ഓരോ നിമിഷവും കേരളത്തിലെ ജനങ്ങൾ ഭയന്ന് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിഷമത്തോടെ, അല്പം ആശങ്കയോടെ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ഇവിടെ ക്രമസമാധാന നില എന്നത് ഒന്നുണ്ടോ? നമ്മൾ മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത വിധമുള്ള ഗുണ്ടാ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ മണൽ മാഫിയ, ഭൂമി മാഫിയ, അങ്ങനെ എവിടെ നോക്കിയാലും മാഫിയകളാണ്. അതോടൊപ്പം മത തീവ്രവാദവും. രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങളും വരെ നമ്മുടെ നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നത് തീർച്ചയായിട്ടും നമ്മൾ കരുതേണ്ട ഗുരുതരമായ വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്ത ആട്ടുകല്ല് റെയിൽവേ പാളത്തിൽ കൊണ്ട് ഇട്ടത്. ഇതിനു മുൻപ് വന്ദേ ഭാരത് എക്സ്പ്രസിന് നിരവധി രാജ്യദ്രോഹികൾ കല്ലെറിഞ്ഞു. വന്ദേ ഭാരത് അല്ലാത്ത എക്സ്പ്രസുകൾക്ക് കല്ലെറിഞ്ഞു. അതുപോലെ തന്നെ ടെലിഫോൺ പൈപ്പ് പാളത്തിൽ കൊണ്ടിട്ടു. ഇത്തരത്തിൽ ഒരു കൂട്ടം യാത്രക്കാരെ അപകടപ്പെടുത്താൻ, ഒരു ട്രെയിൻ മറിക്കാൻ, പാളം തെറ്റിക്കാൻ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഒരു വിഭാഗം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മത തീവ്രവാദ ശക്തികൾ തന്നെയാണ് ഇതിന് പിന്നിൽ. ഇവരെ ഏതെങ്കിലും തരത്തിൽ പിടിച്ച ശേഷം ഇവർക്ക് മാനസിക നിലയിൽ തകരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു അന്വേഷണ സംവിധാനം കൂടിയാണ് നമുക്കുള്ളത് എന്നത് സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ സാധിക്കൂ. ഒരു വലിയ ആട്ടുകല്ല്, സാധാരണ ഒന്നോ രണ്ടോ മൂന്നോ പേർ വിചാരിച്ചാൽ മാത്രം പൊക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ആട്ടുകല്ലാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പാളത്തിൽ കൊണ്ട് ഇട്ടത്, റെയിൽവേ പാളത്തിൽ കൊണ്ട് ഇട്ടത്. ട്രെയിൻ അട്ടിമറി ശ്രമം എന്ന് സംശയം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇതേക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ചർച്ചയാകുന്നില്ല. ഇതൊന്നും ഗുരുതരമായ വിഷയം. ഇത് ചർച്ചയായി ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ, നിയന്ത്രണ സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല. NIA വരിക തന്നെ വേണം. NIAയുടെ കോഴിക്കോട് ഓഫീസ് തുറക്കുന്ന വിവരം DNA നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടുതൽ ശക്തി പ്രാപിച്ച് കേരളത്തിൽ കൂടുതൽ നിരീക്ഷണ നിയന്ത്രണ സംവിധാനങ്ങൾ NIA ഏർപ്പെടുത്തും. ഇത് പല തരത്തിൽ ഉള്ള അട്ടിമറി ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാളത്തിന് നടുക്കൊക്കെ വലിയ ആട്ടുകല്ല് കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ, അത് വശങ്ങളിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിൻ മറിഞ്ഞേ. ഇത് നടുക്കായതുകൊണ്ടും ആ സാധനം അല്പം ചെറുതായതുകൊണ്ടും ആണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും അതൊരു സൂചനയാണ്. ഈ ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റ് തന്നെയാണ് അധികാരികളെ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. കൊച്ചിയിൽ ഇപ്പോൾ ട്രെയിൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. വളരെ ശക്തമായ ഒരു അട്ടിമറി ശ്രമമാണ് ഇതിന് പിന്നിൽ ഉണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും സംശയിക്കപ്പെടണം. അതിനുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത് ഒരു നായ ചത്തുകിടപ്പുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആരാണ് ഇത് കൊണ്ടിട്ടത് എന്നുള്ള കാര്യം ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. നേരത്തെ പാലക്കാട് ഇതുപോലെ തന്നെ, പാലക്കാടും കോഴിക്കോടും ഒക്കെ തന്നെ റെയിൽവേ പൈപ്പും വലിയ പോസ്റ്റും നമ്മുടെ ടെലിഫോൺ പോസ്റ്റും ഒക്കെ കൊണ്ടിട്ടു. അട്ടിമറി ശ്രമം എന്ന് സംശയിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് 4:30 മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ് പോയ ശേഷമാണ് ഈ ആട്ടുകല്ല് കണ്ടെത്തിയത്. ട്രാക്കിന്റെ നടുക്കാണ് ആട്ടുകല്ല് ഉണ്ടായിരുന്നത്. ആട്ടുകല്ലിന് അധികം വലുപ്പമില്ലാത്തതിനാൽ ട്രെയിൻ അതിന് മുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇതേ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് വിവരം റെയിൽവേ പോലീസിനെ അറിയിച്ചത്. ട്രാക്കിന്റെ വശങ്ങളിലാണ് ആട്ടുകല്ല് കണ്ടിരുന്നത് എങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. പച്ചാളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പച്ചാളം റെയിൽവേ ഗേറ്റിനടുത്താണ് സംഭവം ഉണ്ടായത്. ഇതിന് സമീപത്ത് ഒരു നായ ചത്തുകിടപ്പുണ്ട്. പോലീസ് പരിശോധനയും അന്വേഷണവും തുടരുന്നുണ്ട്. ഇത് അന്വേഷണം തുടരുമായിരിക്കും, ആരെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷെ അവർക്കൊക്കെ മാനസിക തകരാറുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ വിടുകയും ചെയ്യും, അല്ലെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി അവരെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ഇത് അന്വേഷണം പല മേഖലകളിലേക്ക് വ്യാപിപ്പിക്കണം. ഇത് ഒരാളെ പിടിച്ചു ചോദ്യം ചെയ്തു, അയാളാണ് ചെയ്തത് എന്ന് പറയുന്നതിനപ്പുറം ഇയാൾക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, ഇയാൾ ആരുടെയെങ്കിലും നിർദ്ദേശാനുസരണം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ ആരുടെയെങ്കിലും നിർദ്ദേശാനുസരണം ചെയ്തു കൂട്ടുന്നതാണോ ഇതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. തുടരന്വേഷണവും ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയും ഒന്നും പലപ്പോഴും കേരളത്തിലെ അന്വേഷണ സംവിധാനങ്ങൾ അന്വേഷിക്കുന്നില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിത് ഒരു വാർത്തയായി പറഞ്ഞു തീർത്തു. ഒരു മൈസൂരു എക്സ്പ്രസ്, അത് ഒരാട്ടുകല്ലൊക്കെ കയറി എഞ്ചിനിൽ കയറി കഴിഞ്ഞാൽ ട്രെയിൻ മുഴുവൻ പാളം തെറ്റും, നൂറുകണക്കിന് ആളുകൾ മരിക്കും, പരിക്കേൽക്കും, വലിയ ട്രെയിൻ ദുരന്തമായി അത് മാറും. നമ്മൾ ഒന്നുകൂടി അങ്ങനെ ചിന്തിച്ചു കൂടി നോക്കണം. അപ്പം അട്ടിമറി ശ്രമങ്ങൾ കേരളത്തിൽ ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്നത് അത് എന്തുകൊണ്ടാണ്? ആരാണ് ഇതിന് പിന്നിൽ?
പിന്നിൽ പ്രവർത്തിക്കുന്നതാരാണ്, എന്താണ് അവരുടെ ലക്ഷ്യം, ഇതൊക്കെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇതിനെ വെറും വാർത്തയായി, സാധാരണഗതിയിലുള്ള ഒരു വാർത്തയായി എന്തായാലും മാധ്യമങ്ങളും എഴുതി തള്ളരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.